ഇന്നിപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് വിളിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് KSU-SFI സംഘർഷത്തിലെ പ്രതി ചേർക്കപ്പെട്ട KSUവിൻ്റെ ജില്ലാ ഭാരവാഹി ഗണേഷ് ആറ്റൂര്, KSU നേതാക്കളായ അസ്ലം, അലമീൻ, 3 പേരെ കൊടും ക്രിമിനലുകളെ ഹാജരാക്കുന്ന രീതിയിലാണ് മുഖമൂടിയും കൈവലങ്ങും അണിയിച്ചുകൊണ്ട് വടക്കാഞ്ചേരി SHO UK ഷാജഹാൻ വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഇവന് സൂക്കേട് വേറെയാണ്. ഇവനാണ് സുജിത്തിനെ മർദ്ദിച്ചപ്പോൾ കുന്നംകുളത്തെ CI. അവൻ തന്നെയാണ് ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ. ഇവന് പേ പിടിച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ്റെ പോലീസിനെ പേ അടങ്ങിയിരിക്കുകയാണ്. പേപ്പട്ടി പോലെയാണ് ഇവരിന്ന് കോൺഗ്രസ്സുകാരെ നേരിടുന്നത്. അത് പേപ്പട്ടികളെ എങ്ങനെയാണ് പൊതുജനം ചെയ്യുന്നതുണ്ടെങ്കിൽ അതേ രീതിയിലേക്ക് പോകേണ്ട സാഹചര്യം വരുത്തരുതെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. വലിയ പ്രതിഷേധമാണ്. ഇന്നിപ്പോൾ ആ കുട്ടികളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. തിങ്കളാഴ്ച ഈ SHOൻ്റെ നടപടി വളരെ അസാധാരണമായ ഒരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ ബഹുമാന്യനായ മജിസ്ട്രേറ്റ് ഈ കാര്യത്തിൽ SHOനോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച ഹാജരാവാൻ പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് അവിടെ ഈ കാര്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം വെച്ചിട്ടുണ്ട്. ബഹുമാന്യനായ PP തങ്കച്ചൻ സാർ മരിച്ചതിൻ്റെ ദുഃഖാചരണം ഉള്ളതുകൊണ്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഇദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ഇവരൊക്കെ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന, മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ സംസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ തണലിൽ, CPMൻ്റെ തണലിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കുട്ടികളുടെ അടുത്ത് KSU-SFI അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ തമ്മിൽ ക്യാമ്പസുകളിലും പുറത്തൊക്കെ സംഘർഷം പതിവാണ്. അതൊന്നും അതിലുള്ളവരെ മാതൃകാപരമായി കോടതി തന്നെ പലപ്പോഴും ശിക്ഷിക്കാറുമുണ്ട്. പക്ഷെ അതൊന്നും കൊടും ക്രിമിനലുകളെ ചെയ്യുന്ന രീതിയിലല്ല. ഇത് വല്ല NI ആക്റ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നനുസരിച്ചല്ല. ഇവിടെ ഉണ്ടായ സംഘർഷത്തെ പ്രതി പോലീസ് കേസ് ചാർജ് ചെയ്തു. അതിൽ ആ പ്രതികൾ അവരെ കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്തു. അവരെ ഹാജരാക്കാൻ എന്തിനാണ് കൈവലങ്ങും മുഖമൂടിയൊക്കെ? അത് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നു. പോലീസിന് പേ പിടിച്ചിരിക്കുന്നു. അവർ പേപ്പട്ടിയെ പോലെയാണ് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലാകമാനം ഇന്ന് ദൃശ്യമാധ്യമങ്ങളും പ്രിൻ്റ് മാധ്യമങ്ങളും എടുക്കുമ്പോൾ ആദ്യം കാണുന്ന വാർത്ത പിണറായി വിജയൻ്റെ പോലീസിൻ്റെ ഇത്രയും ക്രൂരമായ നടപടികളാണ്. അതുകൊണ്ട് ഇത്തരക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അതുവരെ കോൺഗ്രസ് ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഇദ്ദേഹം ആക്ട് ചെയ്തത് മുതിർന്ന അല്ലെങ്കിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ ഈ കാര്യത്തിൽ CIക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്, ഇങ്ങനെ ചെയ്യരുതെന്ന്. എന്നിട്ടും അദ്ദേഹം ചെയ്തത്, അദ്ദേഹം ഒരു പോലീസുകാരനായല്ല അവിടെ ആക്ട് ചെയ്തത്. അദ്ദേഹം തരം താഴ്ന്ന 3ാംകിട CPMകാരനായിട്ടാണ് അയാൾ ആക്ട് ചെയ്തത്. അതിനൊക്കെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസ്സിന് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പേയളകിയ ഇത്തരത്തിലുള്ള പേപ്പട്ടികളെ പിണറായി വിജയൻ ചങ്ങലക്കിട്ട് പൂട്ടണം. അതാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാൻ.